ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഏതെങ്കിലും ഒരു കമ്പനിക്കൊക്കെ നല്ലൊരു കാര്യമാണ്, ലാഭമായിരിക്കും. അപ്പം അമ്മ ആരോടാണ് ഇത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ്. അച്ഛനോട് പറയാനായിട്ട് ഭയങ്കര പേടിയാണ്. അച്ഛൻ ആകെ കുറച്ച് അച്ഛന് ഒരു ദാക്ഷിണ്യമുള്ള സമയം എന്ന് പറയുന്നത് പാടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് മുന്നേ പോയി ഒന്നും പറയാനായിട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പോകുന്നതിന് മുമ്പേ പോലും അടുത്തിടെ പോലും എനിക്ക് അച്ഛനോട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നു. ഈവൻ ദോ അച്ഛൻ എന്നോട് അത്രയധികം സ്നേഹവും നമ്മൾ തമ്മിൽ അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ പറയും, എല്ലാം അമ്മ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെയാണ് ആദ്യം പറയാം. അമ്മ എപ്പോഴും പോസിറ്റീവാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് പലപ്പോഴും ഞാൻ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനായിട്ട് അങ്ങനെ സാധിച്ചു. ഇത്രയും ഫ്രീഡം തരുന്ന അമ്മയുടെ അടുത്ത് നിന്ന് എപ്പോഴെങ്കിലും അടി കിട്ടിയിട്ടുണ്ട്? അങ്ങനെ ഒരു ദേഷ്യമായിട്ടൊരു ഇത് അമ്മയുടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും പ്ലസന്റ് ആണ്. വളരെ പ്ലസന്റ്. കുട്ടൻചേട്ടനും കുട്ടൻചേട്ടൻ്റെ ബ്രദറും ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെ നമുക്കൊന്ന് കളിക്കാൻ വീഡിയോ ഗെയിമോ ഒന്നുമില്ല. അന്നത്തെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്? അതെ, എനിക്ക് ഒരു പ്രത്യേകത, എൻ്റെ ചേട്ടൻ എന്നെക്കാളും 8 വയസ്സ് കൂടുതലാണ്. അപ്പം ഒരു സീനിയറാണ്. പിന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ്. ഓ, അത് ശരി. അപ്പോൾ ചേട്ടനായിട്ട് ഇങ്ങനെ കളിക്കുന്ന അവസ്ഥ അങ്ങനെ അല്ല. ഇപ്പൊ മനസ്സിലായി. അത് കുറച്ചും കൂടെ. ഓ, അപ്പോൾ അവിടെയും ഒരു പ്രിവിലേജ് കിട്ടി. അതെ. അപ്പോൾ ഞാൻ കൊച്ചാണെന്നുള്ള രീതിയിൽ എപ്പോഴും എനിക്ക് പ്രിവിലേജ് കുറച്ച് കൂടുതൽ കിട്ടിയെന്ന് ചേട്ടൻ പറയുന്നത്. അത് ഒരു പരിധി വരെ സത്യമാണ്. കുട്ടൻചേട്ടൻ്റെ ലവ് മാരേജ് ആണെന്നറിയാം. എപ്പോഴായിരുന്നു ആ ഒരു പ്രണയം തുടങ്ങിയത്? പ്രിയ ഇപ്പോൾ എനിക്ക് 44 വയസ്സായി. ഇനിയിപ്പോൾ പ്രണയം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും അങ്ങനെ ഒരു നിയോഗമാണ് ഈ ജീവിതത്തിൽ. പ്രിയെ കണ്ടുമുട്ടണമെന്നും പ്രണയിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ഒരു നിയോഗം ഉണ്ടായി. ആ നിയോഗം ഉണ്ടായി. അങ്ങനെ നമുക്ക് 2 മക്കളുണ്ടായി. അങ്ങനെ ജീവിതം ഇങ്ങനെ പോയി. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഭാഗ്യമാണ്, സ്റ്റാർഡമുണ്ട്, ഈവൻ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് സിനിമ. പക്ഷേ മ്യൂസിക് എന്ന് പറയുന്നതിന് ഈവൻ ഒരു ആക്ട്രസ്, ഡയറക്ടർ, ബട്ട് മോണിറ്ററി വൈസ് മ്യൂസിക്കിന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് പേയ്മെൻറ്റ്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഒരു പാട്ട് പാടിയാൽ ഒരുപാട്, ഈ സിനിമയെ അടുത്തറിയുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടി അയ്യോ ഇത്രയും പൈസ കിട്ടുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരു മ്യൂസിക് ഡയറക്ഷൻ, ഒരു പാട്ട് പാടിയാൽ ഇത്രയേ ഉള്ളൂ. പിന്നീട് ലൈവ് ഷോസൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ലാഭം എന്നൊക്കെ. ശരിക്കും അതിൽ മ്യൂസിക്, അതായത് സംഗീതത്തെ, അതായത് മ്യൂസീഷ്യൻസിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അല്ല, അത് നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും, ഹിസ്റ്ററി നോക്കുമ്പോഴും എപ്പോഴും സംഗീത സംവിധായകരുടെ റെമ്യൂണറേഷൻ വളരെ തുച്ഛമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിന്. ഇന്നും അത് തന്നെ തുടരുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഗായകർക്കാണ്. കാരണം അവർക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ചെയ്യുമ്പോൾ അബ്രോഡും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കിട്ടും. അപ്പോൾ ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വലിയ ഗുണം ചെയ്യും. സംഗീത സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 പുതിയ ഫിലിംസ് അവർക്ക് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെയും ഇതൊരു എന്താണ് നമ്മുടെ ഫിനാൻസ് ഉണ്ടാക്കേണ്ട ഒരു ബിസിനസ്സായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു വർക്കിനും ഞാൻ ഇതുവരെയും അഡ്വാൻസ് പേയ്മെൻറ്റ് ഇന്നുവരെയും മേടിച്ചിട്ടില്ല. എൻ്റെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഈണം ഉണ്ടാക്കാതെ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സിനിമയിൽ നിന്ന് ഒരുപാട് കാശൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ആളേ അല്ല ഞാൻ. അപ്പോൾ അതിൽ എനിക്ക് ഒരു രീതിയിൽ അഭിമാനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഇനി 10,000 കോടി രൂപ തന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈണം, എനിക്ക് ഈശ്വരൻ തരുന്ന ഒരു ഈണം അതിലും വില കൂടിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് MBS സാറിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട്, എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് തോന്നിയത്? എന്താണ് കുട്ടൻചേട്ടനെ അതിലോട്ട് അങ്ങ് പ്രേരിപ്പിച്ചത്? നമ്മൾ വന്ന വഴി മറക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ലൈഫിൽ ഒരു വലിയൊരു തിയറിയാണത്. നമ്മൾ ബാക്കിയുള്ള മായകളിൽ വീഴുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ വീഴുമ്പോഴത്തേക്കും, നമ്മൾ നേരത്തെ എങ്ങനെ ഇതുവരെ ഈ സീറ്റ് വരെ എത്തി എന്നുള്ളത്
ചിന്ത ഇല്ലാണ്ടാവുന്നു. അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ തിരിച്ചറിയണം. എനിക്ക് എൻ്റെ ചേട്ടനെ ഞാൻ തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് വഴികാട്ടികളായിട്ടുള്ള എല്ലാവരും തിരിച്ചറിയണം. എനിക്കൊരു വലിയൊരു വഴികാട്ടിയാണ് എൻ്റെ ഗുരുനാഥൻ എം.ബി. ശ്രീനിവാസൻ സാർ. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മാത്രം ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയമുണ്ട്. ചെമ്പക പുഷ്പ സുവാസിതയാമം, ഇതുപോലുള്ള പാട്ടുകളൊക്കെ എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, ഭയങ്കര ഇമോഷണലാണ് സാറിൻ്റെ പാട്ട്. അതിൽ മ്യൂസിക്കിൻ്റെ ഒരുപാട് എസൻസ് ഉണ്ടാവും. ശരദിന്ദു മലർദീപ നാളം നീട്ടി, എത്ര കാലം കഴിഞ്ഞാലും മലയാളിയുടെ ഹൃദയത്തിൽ ഉണ്ടാകും ഈ പാട്ടുകൾ. വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിൽ പലപ്പോഴും ഫേസ്ബുക്കും ഒരു ആശ്രയമാണ്. ഫേസ്ബുക്കിനിടയ്ക്ക് 4 മ്യൂസിക് ഡയറക്ടേഴ്സും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ആയിട്ട്. അപ്പോൾ ഭൂമിഗീതം എങ്ങനെയുണ്ടായിരുന്നു? ആ ഭൂമിഗീതം എക്സ്പീരിയൻസ്? ഭൂമിഗീതം എന്ന് പറയുന്നത് വലിയൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ ഭൂരഹിതരായിട്ടുള്ള കേരളീയർ, അവർക്ക് ഭൂമി ഉണ്ടാവുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ 4 പേരും ഒന്നിച്ചായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ സിദ്ദിഖേട്ടനായിരുന്നു. സിദ്ദിഖേട്ടനോട് വർക്ക് ചെയ്ത് ഞാൻ സിനിമയിൽ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ വർക്ക് ചെയ്തപ്പോൾ വളരെ ഹാർമോണിയസ് ആയിരുന്നു അദ്ദേഹമായിട്ടുള്ള. നമ്മൾ 4 പേരും വളരെ ഹാർമോണി. ഞാൻ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ 4 പേരും 4 പേരായിട്ടല്ല, ഞാനും ഗോപിയും ബിജിയും അതുപോലെ ദീപുവും, നമ്മൾ 4 പേരും 4 പേരായിട്ടല്ല, ഒരു ഒറ്റക്കെട്ടായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്, ഒരാളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. പല ഈവൻ നല്ല പ്രോഗ്രാമായിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ എക്കാലത്തും അവരെ 3 പേരെയും ഞാൻ എൻ്റെ അനിയന്മാർ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ദീപു ആണെങ്കിൽ ഓഫ് കോഴ്സ് ദീപുമായിട്ട് എനിക്ക് ഒരുപാട് കാലത്ത് ബന്ധമുണ്ട്. ബിജിയെ അടുത്ത കാലത്താണ് ഞാൻ കൂടുതൽ ബിജിയെ അറിയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ്. ഗോപി എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപിയും ഒരുപാട് നാളായിട്ട് എനിക്കറിയാം. ഗോപി ആദ്യം വരുമ്പോൾ തന്നെ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഇവരൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ചേട്ടൻ്റെ സ്ഥാനം അവർ തരാറുണ്ട്. അത് ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹാർമണി അവിടെ ഉണ്ടായി. ആ മ്യൂസിക്കൽ ഹാർമണി ഫോർ ദ ലാൻഡ്ലെസ് എന്നുള്ള രീതിയിലാണ്. നല്ല ഫീഡ്ബാക്ക്, നല്ല ഷോ ആയിരുന്നു. ഒരുപാട് നമ്മുടെ ഭൂമിക്ക് ഒരു ഗീതം. ആ പേര് തന്നെ ദാസേട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. ദാസേട്ടൻ ജീവിക്കുന്ന ഈ യുഗത്തിൽ കൂടെ ജീവിക്കാൻ തന്നെ വലിയൊരു ഭാഗ്യം. ദാസേട്ടനെ കണ്ട എല്ലാം ഇങ്ങനെ മറന്നു പോകും, അറിയാതെ തൊഴുത് പിന്നെ എന്ത് ചോദിക്കണമെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. ബട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യം ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പേടിയുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു കുട്ടി? ഞാൻ ദാസാറിനെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒറ്റ പ്രാവശ്യം എനിക്ക് എപ്പോഴും ദാസാറിനെ കാണുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ തോന്നുള്ളൂ, സാഷ്ടാംഗം കാൽക്കൽ വീഴുക. ഞാനും ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പൂജപ്പുരയിൽ ആദ്യം പാട്ടൊക്കെ ഞാൻ 92-ലാണ് ഇവിടെ വന്നത്. ആദ്യത്തെ ഒരു ഗാനമേള കാണാൻ ഞാൻ ദൂരെ പോയി നിന്നിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ നമുക്ക് ഒരു 25,000 ഗാനങ്ങളും കൂടി അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ട്. ഒരു സൈഡിൽ നിന്ന് കാട്ടിലെ പാഴമുളം കേൾക്കും, വേറൊരു പാട്ടിൽ നിന്ന് വേറെ സൈഡിൽ നിന്ന് തെരി തസ്വീർ കോ കേൾക്കും, വേറൊരു സൈഡിൽ നിന്ന് പൂവേ സെമ്പൂവേ ഉൻവാസം വരും, വരുന്ന സായന്തനം, ഇങ്ങനത്തെ എത്രയോ 1000 പാട്ടുകൾ അദ്ദേഹത്തിനെ അനുഗമിച്ച് ഇങ്ങനെ വരുന്നതായിട്ട്. ശരിക്കും ദാസാർ ഒരു വ്യക്തി വരുന്നതായിട്ടല്ല, അതൊരു സംഗീതത്തിൻ്റെ കടലിങ്ങനെ ഇരമ്പി വരുന്നതാണ് നമ്മളിലേക്ക്. നമുക്കും ആ സംഗീത സ്പർശത്തിൽ നമുക്കും അതിൽ നിന്നൊരു പോസിറ്റിവിറ്റി കിട്ടുന്നു. ശരിക്കും ആ ഒരു പോസിറ്റീവ് വൈബ് അദ്ദേഹം ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അദ്ദേഹം സംഗീതം ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും അദ്ദേഹം എനിക്ക് ഗുരുസ്ഥാനീയനാണ്. ഞാൻ ഗുരുസ്ഥാനത്ത് പാട്ട് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും അദ്ദേഹത്തിനെ ഞാൻ ധ്യാനിക്കാറുണ്ട്, എൻ്റെ ഗുരുസ്ഥാനത്ത് തന്നെ ധ്യാനിക്കാറുണ്ട്. ഫസ്റ്റ് റെക്കോർഡിങ് അദ്ദേഹമായിട്ട് ചെയ്തത് എനിക്കത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണെങ്കിൽ എനിക്ക് അത്ര അധികം രസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം തനിച്ചാണ് അത് പാടിയത്. അത് രജപുത്രൻ എന്നുള്ള സിനിമയിലെ ഒരു പാട്ടാണ് അത്. പക്ഷെ സിനിമയിൽ ആ പാട്ട് വന്നില്ല. അപ്പോൾ അതിനുശേഷം ശരിക്കും ദാസാറുമായിട്ട് കൂടുതലൊരു വൈബ് ഉണ്ടാവുന്നത്
ഈ മണിക്കുയിലെ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് റെക്കോർഡിങ്ങിനാണ് ദാസർ ആദ്യമായിട്ട് പറഞ്ഞത്, ചെയ്ത് നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴും ഞാൻ ഓർത്ത് വയ്ക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു യൂത്ത് ഫെസ്റ്റിവലിന് 4 പ്രൈസ് കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങളും. ഈവൻ റേഡിയോയിലായിരുന്നപ്പോഴും ഒക്കെ നോക്കാറുണ്ടെങ്കിൽ പോലും അത്രയും അങ്ങോട്ട് ഇൻഫോർമേറ്റീവ് അല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ്റെ സൃഷ്ടിയിലുള്ള 6 പാട്ടുകൾക്ക്, അതായത് 6 ഫീമെയിൽ സിംഗേഴ്സിന് ബാക്ക് ടു ബാക്ക് കുട്ടൻചേട്ടൻ്റെ കമ്പോസിഷനിലാണ് അവാർഡ് കിട്ടിയത്. ഇത് കുട്ടൻചേട്ടൻ ഇത് എങ്ങനെയാണ്, ഇതെപ്പോഴാണ് അറിഞ്ഞത്? ഈവൻ സത്യം പറഞ്ഞാൽ 2ാമത്തെയോ 3ാമത്തെയോ അവാർഡ് കിട്ടിയപ്പോൾ പോലും നമുക്ക് തിരിച്ചറിയാമായിരുന്നു. ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അത് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ടൊന്നും ഒരിക്കലും വന്നിട്ടില്ല. അതങ്ങനെ സംഭവിച്ചു. അതൊരു നിയോഗമാണ്. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്, വലിയ ഫീലിംഗ് ആണത്. സത്യം. കാര്യം സ്വന്തം സിനിമയിൽ അഭിനയിച്ച ഒരു ആക്ടർക്ക് 6 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുക എന്ന് പറയുന്ന പോലെയാണ്. തീർച്ചയായും. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്ട്സ്? ഇപ്പോൾ ഉടനെ റിലീസ് ചെയ്യുന്ന ഫിലിം ഡോൾഫിൻസ് എന്ന് പറഞ്ഞ ദീപൻ്റെ അനൂപ് മേനോൻ ആ കൂട്ടായ്മയിലുള്ളതാണ്. അതിലൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രിബ്യൂട്ട് ടു MG രാധാകൃഷ്ണൻ സാർ നമ്മളാണ് ചെയ്തിട്ടുണ്ട്. അത് ഓ മൃദുലേ എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ 2ാമത് ഈ സിനിമയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് രാധാകൃഷ്ണൻ ചേട്ടന് എൻ്റെ നമസ്കാരമാണ്, ക്രിയേഷനാണ്. പിന്നെ ഞാൻ വളരെയധികം ഉറ്റുനോക്കുന്ന 2 പ്രോജക്ട്സ് ഉണ്ട്. ഒന്ന് കസിൻസ് എന്ന് പറഞ്ഞിട്ട് വൈശാഖിൻ്റെ മല്ലു സിംഗിന് ശേഷം മല്ലു സിംഗിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വൈശാഖുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ 4 പാട്ടുകളുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ രീതിയാണ് ആ സിനിമയുടെയും അതിലെ പാട്ടുകളുടെയും. അത് വളരെ രസകരമായിട്ടാണ് നമ്മളത് അതിൻ്റെ കമ്പോസിങ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ ഞാൻ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ളത്. വിമൽ ഡയറക്റ്റ് ചെയ്യുന്ന രാജുവാണ്. അപ്പോൾ അത് ഒരു റിയൽ ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സോങ് സിറ്റുവേഷൻസും അതിന് വളരെ പോയറ്റിക് ആയിട്ടുള്ള സോങ്സും ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 ഗാനങ്ങൾ ശ്രേയ ഘോഷൽ പാടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രേയ വീണ്ടും എനിക്ക് വേണ്ടി പാടുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന ഗാനങ്ങളാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എവിടെ തുടങ്ങണമെന്നൊന്നും അറിഞ്ഞൂടെ, ഒരുപാട് വളരെ പറയാത്ത വിശേഷങ്ങൾ പോലും കേട്ടു എന്ന് തോന്നുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രാവൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജയന്തി. താങ്ക് യു. Hey, hey, hey.